ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ന്യായവിധിയുടെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 11-ാം വാക്യം. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. അനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളുണ്ട്, സമൃദ്ധിയുടെ അത്ഭുതങ്ങളുണ്ട്, എന്നാൽ ന്യായവിധിയുടെ അത്ഭുതങ്ങളുമുണ്ട്. ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ദൈവത്തോടുള്ള വിശുദ്ധ ഭയവും ഭക്തിയും വളർത്തുന്നതിനുമായി കർത്താവ് ഇത്തരം അത്ഭുതങ്ങൾ ചെയ്യുന്നു. അനന്യാസിൻ്റെയും സഫീറയുടെയും ഉദാഹരണം എടുക്കുക. നിങ്ങൾക്ക് കഥ നന്നായി അറിയാം. അനന്യാസ് ഭാര്യയുടെ അറിവോടെ ഒരു വസ്തു വിറ്റു. പക്ഷേ പണത്തിൻ്റെ ഒരു ഭാഗം രഹസ്യമായി തനിക്കായി സൂക്ഷിച്ചു വെച്ചു. ബാക്കിയുള്ളത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അത് മുഴുവൻ തുകയാണെന്ന് കള്ളം പറഞ്ഞു. ഈ വഞ്ചന കാരണം അവനും ഭാര്യയും മരിച്ചു. ഇതിലൂടെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നതിൻ്റെ ഭയാനകമായ അനന്തരഫലങ്ങൾ യെരുശലേമിലെ വിശ്വാസികൾക്ക് മനസ്സിലായി. അത് ദൈവിക ന്യായവിധിയുടെ ശക്തമായ ഒരു പ്രവൃത്തിയായിരുന്നു. പഴയ നിയമത്തിൽ മോശ മിസ്രൈമിൽ കൊണ്ടുവന്ന 10 ബാധകളും ന്യായവിധിയുടെ അത്ഭുതങ്ങളായിരുന്നു. എന്നാൽ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കുകയും ദൈവം മുൻപാകെ തന്നെ താഴ്ത്താൻ വിസമ്മതിക്കുകയും ചെയ്തതിനാൽ വലിയ നാശം സംഭവിച്ചു. മോശയിലൂടെ അനുഗ്രഹങ്ങളും ന്യായവിധികളും വെളിപ്പെട്ടു. മോശയുടെ സഹോദരിയായ മിരിയാം അവനെതിരെ സംസാരിച്ചപ്പോൾ അവൾക്ക് ഉടൻ തന്നെ കുഷ്ഠരോഗം പിടിപെട്ടു. എന്തൊരു ഭയാനകമായ വിധി! ദൈവദാസനെതിരെ സംസാരിക്കാൻ അവർ ഭയപ്പെടാത്തതിനാൽ കർത്താവ് അവരെ കഠിനമായി ശാസിച്ചു. ഇത് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ കോരഹ് മോശയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ ഭൂമി പിളർന്ന അവനെയും അവന്റെ അനുയായികളെയും ജീവനോട് വിഴുങ്ങിയെന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ മക്കൾക്കെതിരെ എഴുന്നേൽക്കുന്നവരുടെ മേലും ന്യായവിധി വരുത്തുന്നു. അവൻ നിന്റെ കേസ് വാദിക്കുകയും നിന്റെ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യും. പുതിയ നിയമത്തിൽ യേശു ഫലം തേടി ഒരു അത്തിമരത്തിന്റെ അടുത്തെത്തി. അതിന് ധാരാളം ഇലകൾ ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഫലം കണ്ടില്ല. കർത്താവിന്റെ ന്യായവിധി ആ വൃക്ഷത്തിൽ വീണു. അത് വേരുകളിൽ നിന്ന് ഉണങ്ങിപ്പോയെന്ന് മർക്കോസ് 11-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനും മാത്രമല്ല, ജനതകളുടെ ഇടയിൽ അവനോടുള്ള വിശുദ്ധ ഭയം വളർത്തുന്നതിനും കൂടിയാണ് ന്യായവിധിയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 54-ാം അധ്യായം 17-ാം വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 1 മുതൽ 88 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 7-ാം അധ്യായം 20 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.